ഹായ് ക്യൂട്ടീസ്, ഇന്നൊരു പുതിയ തമിഴ് മൂവിയുടെ കഥ കേട്ടാലോ? കഥയുടെ ചുരുക്കം: ഹീറോയായ സൂര്യനെ ജയിലിലേക്ക് മാറ്റുകയാണ്. ഹീറോയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ MLA കൊന്നിട്ടാണ് ജയിലിലേക്ക് പോയത്. ഹീറോയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എന്തിനാണ് അവൻ ജയിലിൽ പോയതെന്ന് നമുക്ക് കണ്ടറിയാം. കഥയിലേക്ക് കിടക്കാം. MLAയെ കൊന്നതിന്റെ കുറ്റത്തിൽ സൂര്യനെ കോടതിയിൽ കാണിച്ചതിന് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോയിനെ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം ഇവൻ മോഷ്ടിച്ചിട്ട് വല്ലതും വന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. എന്നാൽ അവൻ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്നു. ഇപ്പോൾ MLAയുടെ ഭാര്യയെ കാണിക്കുന്നു. ഇവൾക്കാണെങ്കിൽ ഭർത്താവിനെ കൊന്ന ഹീറോയെ കൊല്ലുവാനുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജയിലിൽ വെച്ച് തന്നെ കൊല്ലുവാനായിട്ട് ആളെയും വിടുന്നു. ഇവർക്കും ഒരു മോനുണ്ട്, കരികാലൻ. അവനാണെങ്കിൽ അച്ഛനെ കൊന്ന ആളെ കൊല്ലാൻ വേണ്ടിയാണ് അവനും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹീറോയുടെ പാവം അമ്മയാണ് കാണിക്കുന്നത്. 17 വയസ്സുള്ളപ്പോൾ എൻ്റെ മോൻ ജയിലിൽ പോയി. അവനെ രക്ഷിക്കാനായിട്ട് ആ അമ്മ കോടതിയിലെല്ലാം നടക്കുകയാണ്. ഹീറോയെ അവിടെയുള്ള ആൾക്കാരെല്ലാം വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഈ ജയിലിലുള്ള ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ MLAയുടെ ഭാര്യയായ വനലക്ഷ്മിയുടെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുവാനായിട്ട് 3 പേരെ ആ ജയിലിലേക്ക് വിടുകയാണ്. സൂര്യയെ അടിക്കാൻ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ സൂര്യ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ച അതിലും ഒരു ട്വിസ്റ്റ് കാണിക്കുന്നു. ഒന്നും ചെയ്യാത്ത ഒരു പാവം പയ്യനായിരുന്ന സൂര്യയാണെങ്കിൽ അവരെയെല്ലാം അടിച്ച് ശരിയാക്കുകയാണ്. അവിടെ വന്ന ആ ഗ്യാങ്ങിനെ എല്ലാം അടിച്ചു ശരിയാക്കി ഓടിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം പേടിയാകുന്നു. അവിടെയുള്ള പിള്ളേർ പറയുകയാണ്, ഇവൻ ഒരു പെറ്റി കേസിൽ വന്നതാന്നാ വിചാരിച്ചത്. എന്നാൽ MLA വരെ കൊന്നിട്ട് വന്നതാണ്. ഇവൻ സാധാരണക്കാരനല്ല, അവരുടെ മുന്നിൽ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. എന്നാൽ ഹീറോ അവിടെയുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിച്ച് ഒരു പ്രശ്നത്തിലും ഇടപെടാതെ മര്യാദയ്ക്ക് ജീവിക്കുന്നു. അവൻ രാത്രി കടന്നുറങ്ങുമ്പോൾ അവൻ്റെ ചേട്ടൻ ഈ സ്വപ്നത്തിൽ കാണുന്നു. അവിടെ ഒരു മത്സരമുണ്ട്, ചേട്ടനുമായി മറ്റൊരാൾ അടിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് പേടിയാകുന്നു. ഞെട്ടി എഴുന്നേൽക്കുന്നു. ഹീറോയുടെ ഫാസ്റ്റിൽ എന്തോ ഒരു വലിയ കാര്യം നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ ജയിലിൽ വരെ വന്നെത്തിയത്. MLAയുടെ ഭാര്യയാണെങ്കിൽ അവനെ കൊല്ലുവാനായി പറ്റിയില്ല, എങ്ങനെയും ആ പയ്യനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് അവിടെയുള്ള ആ പോലീസുകാരനോട് വന്ന് പറയാണ്. പോലീസുകാരനും കൂടെ തീരുമാനിച്ച് വേറെ ഗുണ്ടകളെ അങ്ങോട്ടേക്ക് ഇറക്കുന്നു. അവിടെയുള്ള ഗുണ്ടകളെല്ലാം സൂര്യനെ കൊല്ലുവാനായിട്ട് ഓടി വരികയാണ്. എന്നാൽ സൂര്യയാണെങ്കിൽ അവരെല്ലാം അടിച്ച് ശരിയാക്കിയാണ്. ഈ സീൻ ഒരു അടിപൊളി സീനാണ്. അവരെല്ലാം അടിച്ചു തൂക്കുന്നു. അവിടെയുള്ള മെയിൻ പോലീസുകാരൻ സൂര്യക്ക് ജീവൻ ആപത്താന്ന് മനസ്സിലാക്കുന്നു. അവനെ എങ്ങനെയും രക്ഷപ്പെടുത്താനും തീരുമാനിക്കുന്നു. ഇപ്പോൾ വെളിയിലാണെങ്കിൽ MLAയുടെ ആൾക്കാരെല്ലാം സൂര്യയെ കൊല്ലുവാനായി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എപ്പോൾ അവനെ കണ്ടാലും അടിച്ചു കൊല്ലുമെന്ന ഘട്ടത്തിലാണ് അവർ. ആ ജയിലിലുള്ള ആൾക്കാരെല്ലാം പറയാണ്, ഇവൻ വലിയൊരു പുള്ളിയാണ്, ഇവൻ എന്തിനായിരിക്കും MLA കൊന്നിരിക്കുക, അതിനു മാത്രം ഇവൻ എന്തായിരിക്കാം പകയുണ്ടാകുക, അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു ചെറിയ പുള്ളിയല്ല, വലിയൊരാളാണ് എന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം സംസാരിക്കുന്നത്. ഹീറോയിനെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനായി പോവുകയാണ്. ഈ കാര്യം MLAയുടെ ഭാര്യയും മകനും അറിയുന്നുണ്ട്. ഇവൻ കോടതിയുടെ വെളിയിലേക്ക് വരുമ്പോൾ ഇവനെ കൊല്ലുവാനുള്ള പ്ലാനും അവർ തയ്യാറാക്കുന്നു. അവിടുത്തെ മെയിൻ പോലീസുകാരൻ എങ്ങനെയും സൂര്യനെ സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കോടതിയിലേക്ക് സൂര്യനെ കൊണ്ടുപോവുകയാണ്. ഹീറോ പോകുന്ന വണ്ടി ആക്സിഡന്റ് ആകുകയാണ്. അതേസമയം കുറെ ഗുണ്ടകൾ വന്ന് ഹീറോയെ അടിച്ച് ശരിയാക്കുകയാണ്. ഹീറോയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവിടെയുള്ള ആൾക്കാരെ എല്ലാം അടിച്ച് ശരിയാക്കുകയാണ്. ആ ഗുണ്ടകളെയെല്ലാം അടിച്ച് ശരിയാക്കിയിട്ട് ഹീറോയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ആണെങ്കിൽ MLAയുടെ ആൾക്കാരാണെങ്കിൽ ഹീറോയിനെ കൊല്ലുവാനായി പറ്റാത്തതിന്റെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അവിടെയുള്ള പോലീസുകാരും. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്ന ഹീറോയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. മേലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ആ പോലീസുകാർക്കെല്ലാം വഴക്ക് കേൾക്കുന്നു. അവിടെയുള്ള പോലീസുകാരും എല്ലാവരും ഇപ്പോൾ സൂര്യനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ അവനാണെങ്കിലോ ആ ജയിലിൽ തന്നെ വന്നിരിക്കുകയാണ്. ഹീറോയെ കണ്ടിട്ട് പോലീസുകാർ ഞെട്ടിപ്പോകുകയാണ്. വേറെ ആരാണെങ്കിലും ജയിലിൽ ചാടി എവിടെയെങ്കിലും പോയേനെ, നീ തിരിച്ച് ഇവിടെ തന്നെ വന്നല്ലോ, നീയും MLAയും തമ്മിൽ എന്താണ് പ്രശ്നം, അവരുടെ ഗ്യാങ് എന്തിനാണ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്, നീ എന്തിനാണ് MLA കൊല്ലുന്നത് എന്നൊക്കെ ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഫ്ലാഷ് ബാക്ക് പറയുന്നതും. ഹീറോ ഒരു സാധാരണ കുടുംബത്തിൽ സന്തോഷത്തോടെയാണ് ജീവിച്ചു പോകുന്നത്. ഹീറോയ്ക്ക് ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടന്റെ പേര് കർണ എന്നാണ്. ഹീറോയും ചേട്ടനും ഒരുപാട് സന്തോഷത്തോടെയാണ് ജീവിച്ചത്. ഇവർ ഒരുമിച്ചാണ് ഓരോ സ്ഥലത്ത് പോവുകയും ചെയ്യുന്നത്. അത്രയ്ക്ക് അടുപ്പമായിരുന്നു ഇവർക്ക്. ഇവർ രണ്ടുപേരും ഫൈറ്റർമാരാണ്. ഇവർ ഓരോ മത്സരത്തിൽ പോവുകയും വിജയിക്കുകയും ചെയ്യാറുണ്ട്.
ഹീറോയുടെ ചേട്ടൻ കർണനാണെങ്കിൽ അവിടെയുള്ള ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണ്. അവിടേക്ക് MLA വരികയാണ്. അവിടുത്തെ മത്സരം കാണുവാനാണ് MLA വന്നിരിക്കുന്നത്. ഗുസ്തി മത്സരത്തിൽ ആര് ജയിക്കുന്നവരോ ബാർബറിൽ അവർക്കൊരു ജോലി കൊടുക്കാമെന്ന് MLA പറയുന്നു. സൂര്യയും ചേട്ടനും കൂടി ആ മത്സരത്തിൽ പങ്കെടുക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഹീറോയുടെ ചേട്ടൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചില്ലേ, അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ചേട്ടന് നല്ല ജോലി ആവശ്യമാണ്. ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് ഹീറോയുടെ ചേട്ടനും ആ മത്സരത്തിൽ പങ്കെടുക്കാനായി പോകുന്നത്. ഇപ്പോൾ അവിടെ മത്സരം നടക്കുകയാണ്. അവിടെയുള്ളവരെയെല്ലാം അടിച്ചു ശരിയാക്കി ഹീറോയുടെ ചേട്ടനും ഓരോ ഘട്ടത്തിലും വിജയിക്കുകയാണ്. ആ മത്സരത്തിന് ഫൈനൽ സ്റ്റേജിലേക്ക് ഹീറോയുടെ ചേട്ടനും വരുന്നു. MLAയുടെ മകനും ആ ഫൈനലിലേക്ക് വന്നിട്ടുണ്ട്. ഹീറോ വിചാരിക്കുകയാണ് ഹീറോയുടെ ചേട്ടൻ ഈ മത്സരത്തിൽ വിജയിക്കണം, എന്നാൽ മാത്രമേ കണ്ണൻ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ട് അവർക്ക് കല്യാണം കഴിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോയാണെങ്കിൽ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ മത്സരിക്കുന്നത് ഹീറോയുടെ ചേട്ടനും MLAയുടെ മകനുമാണ്. കർണനും MLAയുടെ മകനുമായി ഭയങ്കരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ അടിക്കുകയാണ്. അവസാനമാവുമ്പോൾ കർണൻ വിജയിക്കാറാവുകയാണ്. അത് കാണുമ്പോൾ MLA പേടിക്കുന്നു. MLA ഒരു പ്ലാൻ ചെയ്യുന്നു. ഹീറോയുടെ വീട്ടുകാരെ എല്ലാം വിളിച്ചു പറയുകയാണ്, ഈ മത്സരത്തിൽ എൻ്റെ മകൻ ജയിക്കണം, എല്ലാവരുടെ മുന്നിൽ അല്ലെ നാണക്കേടാകും, നിങ്ങൾ ഇതിൽ തോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന പണം ഞാൻ തരാം എന്ന് പറയുന്നു. എന്നാൽ ഹീറോ അതിന് താല്പര്യമില്ലായിരുന്നു. എങ്ങനെയും ചേട്ടൻ ജയിക്കണമെന്നാണ് ഹീറോയുടെ ആഗ്രഹവും. ഹീറോയാണെങ്കിൽ കർണനോട് പറയാണ്, നീ ജയിക്കും മത്സരിക്കും എന്ന് പറയാണ്. അപ്പോൾ അവൻ വാശി കൂടുകയാണ്. കർണനാണെങ്കിൽ MLAയുടെ മോനെ അടിച്ച് താഴേക്കിടുകയാണ്. ഇത് കാരണം MLAക്കും MLAയുടെ ഭാര്യയ്ക്കും ദേഷ്യം വരികയാണ്. കാരണം എന്നാൽ MLAയുടെ മകനെ അടിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ബോധം തന്നെ പോയിരിക്കുന്നു. ഇപ്പോൾ കോമ സ്റ്റേജിലായിരിക്കുന്നു. ആ മത്സരത്തിൽ കർണ ജയിക്കുകയാണ്. ഹീറോയുടെ ഫാമിലി എല്ലാം സന്തോഷമാകുന്നു. MLAയുടെ മകൻ ഇപ്പോൾ ആശുപത്രിയിൽ കോമ സ്റ്റേജിലാണ്. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ MLA ആണെങ്കിൽ കർണനെ കൊല്ലുവാനായി പ്ലാൻ ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ ഹീറോയുടെ കുടുംബം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. കർണ സ്നേഹിച്ച പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ കർണയ്ക്ക് ജോലി കിട്ടുന്നത് കൊണ്ട് തന്നെ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ കർണനും കാമുകിയും കൂടെ ഇപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. അതേ സമയത്താണ് MLAയുടെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരികയും കർണനെ അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ കർണൻ പറയുകയാണ് കാമുകിയോട് ഓടി രക്ഷപ്പെട്ടോളാൻ. അവളാണെങ്കിൽ ഓടി രക്ഷപ്പെട്ട് ഹീറോയോട് വന്ന് പറയുകയാണ്. ഹീറോ പേടിച്ച് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ കർണന്റെ കൈ മാത്രമാണ് മുറിച്ച് കണ്ടത്. ഹീറോ പേടിച്ച് മാറി നോക്കുമ്പോൾ കർണൻ ഇപ്പോൾ മരിച്ചു കിടക്കുന്നു. ഇപ്പോൾ ഹീറോയുടെ കുടുംബമെല്ലാം കർണൻ മരിച്ചുപോയ സങ്കടത്തിലാണ്. എന്നാൽ കർണന്റെ കാമുകിയാണെങ്കിൽ ഇത് താങ്ങാൻ പറ്റാതെ അവൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ ആ നാട് മൊത്തം സങ്കടത്തിലാകുന്നു. ഹീറോയുടെ ചേട്ടനെ കൊന്ന ആ MLA അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അയാളാണെങ്കിലോ ആ മാല കൊണ്ടുവന്ന കർണന്റെ തലയിലേക്ക് വെക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് വാളെടുത്ത് MLA വെട്ടുന്നു. അവിടെ വരുന്നവരെല്ലാം വെട്ടുന്നു. ഹീറോയാണെങ്കിൽ ഇപ്പോൾ MLA കൊന്നു കളഞ്ഞിരിക്കുന്നു. ചേട്ടനെ കൊന്ന ആളെയാണ് ഞാൻ കൊന്നതെന്ന് ഹീറോയാണെങ്കിൽ പോലീസിനോടും വാർഡനോടും പറയുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടുന്നു. എന്നാൽ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ കൂടെ തന്നെ ആ പോലീസുകാരും നിൽക്കുന്നു. ഹീറോയെ കൊല്ലുവാൻ വില്ലിയാണെങ്കിൽ ഒരാളെ ജയിലിലേക്ക് അയക്കുകയാണ്. അവിടെ വരുമ്പോൾ ഹീറോയും ആ വില്ലനുമായിട്ട് ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അവസാനം ഹീറോയാണ് അവനെ അടിച്ച് ശരിയാക്കുന്നു. ഇതിനെല്ലാം കാരണമായ വരലക്ഷ്മിയെയും മകനെയും അവരുടെ ഗ്യാങ്ങിനെയും എല്ലാം ഇപ്പോൾ പോലീസ് പിടിക്കുന്നു. കോടതിയിൽ സത്യാവസ്ഥ ഹീറോ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടുന്നു. ഹീറോ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. ചേട്ടനെ കൊന്നവരോട് പക വീട്ടിന് ശേഷം ചേട്ടൻ ചെയ്തിരുന്ന ഗുസ്തിയിലേക്ക് തന്നെ ഹീറോ ചെല്ലുന്നു. ഇതോടെ ഈ കഥ അവസാനിക്കുകയാണ്. പുതിയ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കേണ്ട.